ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ഖമറിലെ 9-ാമത്തെ ആയത്ത്. കസ്സബത് ഖബ്ലഹും ഖൗമു നൂഹിൻ ഫകസ്സബു അബ്ദനാ വഖാലു മജ്നൂനൻ വസ്ദുജിർ. കസ്സബത് കളവാക്കി, ഖബ്ലഹും അവർക്ക് മുമ്പ്, ഖൗമു നൂഹിൻ നൂഹ് നബിയുടെ ജനങ്ങൾ, അല്ലേ, നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ജനത ഇവർക്ക് മുമ്പ് കളവാക്കിയിട്ടുണ്ട്, അല്ലേ. നൂഹ് നബിയുടെ ജനത ഇവരുടെ മുമ്പ് വ്യാജമാക്കി. അഥവാ കസ്സബു, അങ്ങനെ അവർ അബ്ദന നമ്മുടെ അടിമയെ അവർ നിഷേധിച്ചു, കളവാക്കി. വഖാലു അവർ പറഞ്ഞു, മജ്നൂനൻ ഭ്രാന്തനാണെന്ന് പറഞ്ഞു. വസ്ദുജിർ അങ്ങനെ അദ്ദേഹത്തെ വിലക്കപ്പെടുകയും ചെയ്തു. നൂഹ് നബിയുടെ ജനത നൂഹ് നബിയെ കളവാക്കുകയും ഭ്രാന്തനാണെന്ന് പറയുകയും അദ്ദേഹത്തെ വിലക്കപ്പെടുകയും ചെയ്തു. അതായത് നൂഹ് നബി അലൈഹി സ്വലാം തൻ്റെ പ്രബോധന കൃത്യം നിർവഹിക്കാൻ സമ്മതിക്കാതെ, നൂഹ് നബിയെ തൻ്റെ പ്രബോധന കൃത്യം നിർവഹിക്കാൻ സമ്മതിക്കാതെ അവർ ആക്രമണവും ഭീഷണിയും പ്രയോഗിച്ചു കൊണ്ടിരുന്നു എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഫദഅ റബ്ബഹു അന്നീ മഗ്ലൂബൻ ഫന്തസിർ. ഫദഅ അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്തു. റബ്ബഹു അദ്ദേഹത്തിൻ്റെ റബ്ബിനോട് ദുആ ചെയ്തു. എന്താ ദുആ ചെയ്തു? അന്നീ തീർച്ചയായും ഞാൻ, മഗ്ലൂബൻ ഞാൻ പരാജിതനാണ്, ഞാൻ ജയിച്ചവനല്ല ജയിക്കപ്പെട്ടവനാണ്, അല്ലേ. അതുകൊണ്ട് ഫന്തസ്വിർ അല്ലാഹുവേ നീ എന്നെ സഹായിക്കണം എന്ന് ദുആ ചെയ്തു. അപ്പോൾ ഫഫതഹ്നാ അബ്വാബസ് സമാഇ ബിമാഇൻ മുൻഹമിർ. ഫഫതഹ്നാ അപ്പോൾ നാം തുറന്നു, അബ്വാബസ് സമാഇ ആകാശങ്ങളുടെ കവാടങ്ങളെ, ബിമാഇൻ വെള്ളം കൊണ്ട്, മുൻഹമിർ കുത്തിച്ചൊരിയുന്ന, അല്ലേ, കുത്തിച്ചൊരിയുന്ന വെള്ളം കൊണ്ട് നാം ആകാശത്തെ തുറന്നു. അതായത് മഴവെള്ളം കൊണ്ട് ആകാശത്തെ നാം തുറന്നു, മഴ പെയ്യിപ്പിച്ചു. വഫജ്ജർനൽ അർള ഉയൂനം ഫൽതഖൽ മാഉ അലാ അംരിൻ ഖദ് ഖുദിർ. വഫജ്ജർനൽ അർള ഭൂമിയെ നാം കീറി, ഉയൂനൻ നദികളാൽ, അത് ഉറവകളാൽ. അപ്പോൾ ഫജ്ജർന നാം പൊട്ടി ഒഴിപ്പിച്ചു, കീറി എന്ന് വെച്ചാൽ അർള ഭൂമിയെ, ഉയൂനൻ ഉറവകളാൽ, ഉയൂനൻ അപ്പോൾ ഉറവകളാൽ. അപ്പോൾ ഭൂമിയിൽ നിന്ന് ഉറവകളും വന്നുകൊണ്ടിരുന്നു. ആകാശത്ത് നിന്ന് മഴയും, കുത്തിച്ചൊരിയുന്ന മഴ, ഭൂമിയിൽ നിന്നും വെള്ളം, ഉറവ പൊട്ടി വെള്ളം. അങ്ങനെ ഫൽതഖൽ മാഉ ആ രണ്ട് വെള്ളം കൂടി, വെള്ളങ്ങൾ തമ്മിൽ എന്ത് ചെയ്തു? കണ്ടുമുട്ടി, വെള്ളം കൂട്ടിമുട്ടി, ഒരുമിച്ച് കൂടിയത്. അല അംരിൻ ഒരു കാര്യത്തിൻ്റെ മേൽ, ഖദ് ഖുദിറ നിശ്ചയിക്കപ്പെട്ട, നിർണയം ചെയ്യപ്പെട്ട് കഴിഞ്ഞ ഒരു കാര്യത്തിൻ്റെ മേൽ അങ്ങനെ ആ രണ്ട് വെള്ളം കൂടി കണ്ടുമുട്ടി, കൂട്ടുമുട്ടി. അതായത് ഇവിടെ എന്താ ഉദ്ദേശം? വെള്ളപ്പൊക്കം. അള്ളാഹു ഉദ്ദേശിച്ചത് വെള്ളപ്പൊക്കമാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ വഹമൽനാഹു അലാ ദാതി അൽവാഹിൻ വദുസുർ. വഹമൽനാഹു നൂഹ് നബിയെ നാം വഹിച്ചു, രക്ഷപ്പെടുത്തി. അലാ ദാതി അൽവാഹിൻ വദുസുർ പലകകളും ആണികളും പലകകളും ഉള്ളതിൻ്റെ മേൽ, അതായത് കപ്പലിലായിട്ട് നാം രക്ഷപ്പെടുത്തി. പലകകളും ആണികളുമുള്ള ഒന്നിന്മേൽ എന്ന് വെച്ചാൽ, അതായത് ഇവിടെ ഉദ്ദേശം കപ്പലാണ്. നാം എന്ത് ചെയ്തു? രക്ഷപ്പെടുത്തി. അപ്പോൾ അവിടെ ആണി വെച്ചാൽ കുറ്റിയാണ്, ദുസുർ. തജ്രി ബിഅയുനിനാ ജസാഅൻ ലിമൻ കാന കുഫിർ. കുറ്റി എന്ന് പറഞ്ഞാൽ ആണി, ആണി എന്ന ഉദ്ദേശം.
തജ്രി ബിഅയുനിനാ ജസാഅൻ ലിമൻ കാന കുഫിർ. തജ്രി ആ കപ്പൽ സഞ്ചരിച്ചു ബിഅയുനിന നമ്മുടെ കാഴ്ചയിലായിട്ട്, നമ്മുടെ കൺമുമ്പിൽ, അതായത് നമ്മുടെ ദൃഷ്ടിയിൽ, നമ്മുടെ നിയന്ത്രണത്തിലായിട്ട് അത് സഞ്ചരിച്ചു. അങ്ങനെ ഇത് ചെയ്തതെന്തിനു വേണ്ടിയിട്ടാ? അള്ളാഹു അവരെങ്ങനെ നശിപ്പിച്ചത്? ജസാഅൻ ലിമൻ കാന കുഫിർ, അത് പ്രതിഫലമായിട്ടാണ്. ലിമൻ ഒരുത്തനുള്ള പ്രതിഫലം, കാന കുഫിറ അദ്ദേഹത്തെ നിഷേധിക്കപ്പെട്ടു. അപ്പം ഒരുവനോടുള്ള നന്ദികേട്, അതിന് അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രതിഫലമായിട്ടാണ് അങ്ങനെ അവരെ നശിപ്പിച്ചതെന്ന്, അല്ലേ? അവരെ ആരെയാണ് അവിശ്വസിച്ചത്? അപ്പോൾ യാതൊരുവനോട്, അതായത് ഒരുവനോടുള്ള നന്ദികേട് അഥവാ അവിശ്വാസം കാണിക്കപ്പെട്ടുവോ, ആരോടാണ് അവിശ്വാസം കാണിക്കപ്പെട്ടത്? അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രതിഫലമായിട്ട് അവരെ എന്ത് ചെയ്തു? അവരെ നശിപ്പിക്കപ്പെട്ടു. ഇനി കപ്പലിനെ പറ്റിയാണ്. കപ്പലിനെ പറ്റി വിഷയങ്ങൾ പറഞ്ഞ, അപ്പോൾ ഈ കപ്പലാണ് ഈ വിഷയം, അല്ലേ? പുറത്ത് മുട്ടിയപ്പോൾ നൂഹ് നബി അള്ളാഹിനോട് രക്ഷയ്ക്കായി പ്രാർത്ഥിച്ചു. അതിനെ തുടർന്ന് ആകാശത്ത് നിന്ന് അതിശക്തമായ മഴ വർഷിച്ചു. ഭൂമിയിൽ നിന്ന് വമ്പിച്ച തോതിൽ ഉറവ പൊട്ടുകയും ഉണ്ടായി. അങ്ങനെ ജലപ്രളയവും സംഭവിച്ചു. അള്ളാഹു മുമ്പേ നിശ്ചയിച്ച, അതായത് കണക്കാക്കി വെച്ചിട്ടുള്ള ഒരു കാര്യത്തിൽ, അതെ, ആ ജനതയുടെ നാശത്തിൽ അത് കലാശിക്കുകയും ചെയ്തു. അതേസമയത്ത് ധാരാളം പലകകളും ആണികളും കൂട്ടിച്ചേർത്തുണ്ടാക്കപ്പെട്ട ഒരു കപ്പലിൽ കയറ്റി നൂഹ് നബിയെയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരെയും അള്ളാഹു രക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാം, നൂഹ് നബിയോടുള്ള ആ ജനത കാണിച്ച നന്ദികേടിൻ്റെയും നിഷേധത്തിൻ്റെയും പ്രതികാരമാകുന്ന കടുത്ത ശിക്ഷ അവർക്ക് അള്ളാഹു നൽകി എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. കപ്പലിനെ പറ്റി മനുഷ്യവർഗത്തിന് ഒട്ടും പരിചയമില്ലാതിരുന്ന കാലം, ഇരുമ്പ് കൊണ്ട് മനുഷ്യർ ഉപകരണങ്ങൾ നിർമ്മിക്കുവാൻ തുടങ്ങിയിട്ടില്ലാത്ത കാലം, അപ്പോൾ ആ കപ്പൽ നിർമ്മാണത്തിന് എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും അള്ളാഹുവിൽ നിന്ന് തന്നെ നൂഹ് നബിക്ക് ലഭിക്കേണ്ടിയിരുന്നു. അത് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അനേകം പലകകളും ആണികളും കൂട്ടി ഘടിപ്പിച്ചുകൊണ്ട് നൂഹ് നബി പണിതീർത്തതായിരുന്നു മനുഷ്യ ചരിത്രത്തിൽ ഒന്നാമത്തെയും ലോക ചരിത്രത്തിൽ അതിപ്രാധാന്യമുള്ളതുമായ ആ കപ്പൽ. പലകകളും ആണികളുള്ള എന്ന വാക്ക് അതാണ് സൂചിപ്പിക്കുന്നത്, അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ പറഞ്ഞു ദാത്ത് അൽവാഹി മദുസ് എന്ന് പറഞ്ഞില്ലേ. ഈ കപ്പലിൻ്റെ ആകൃതി, അതിൻ്റെ നിർമ്മാണത്തിന് അള്ളാഹു നൽകിയ വിശദ നിർദ്ദേശങ്ങൾ എന്നിവയെപ്പറ്റി തൗറാത്തിൽ വളരെയധികം വിവരിച്ചു പറഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത് വലക്കത്തറക്കിനാഹ ആയതം ഫഹൽ മിൻ മുദ്ദക്കിർ. വലക്കത്തറക്കിനാഹ തീർച്ചയായും നാം അതിനെ, തറക്കിന നാം ഉപേക്ഷിച്ചു, അതിനെ, ആയത്തിന് ഒരു ദൃഷ്ടാന്തമായിട്ട് നാം ഇതിനെ അവശേഷിപ്പിച്ചിരിക്കുന്നു. ഈ കപ്പലിനെ തീർച്ചയായും നാം അതിനൊരു ദൃഷ്ടാന്തമായി അവശേഷിപ്പിച്ചിരിക്കുന്നു. ഫഹൽമിൻ മുദ്ദക്കിർ, മുദ്ദക്കിർ ചിന്തിക്കുന്നവരുണ്ടോ? ഫഹൽമിൻ മുദ്ദക്കിർ. അപ്പോൾ ഒരു ദൃഷ്ടാന്തമായിട്ട് നാം ഈ കപ്പലിനെ നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. ഫകൈഫ കാന അദാബി വനുദുർ. എങ്ങനെയായിരുന്നു അദാബി, എൻ്റെ ശിക്ഷയും എൻ്റെ താക്കീതുകളും എങ്ങനെ ആയിത്തീർന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഫകൈഫ എങ്ങനെ, അപ്പോൾ എങ്ങനെയായി അദാബി എൻ്റെ ശിക്ഷയും വനുദുർ എൻ്റെ താക്കീതുകളും. അപ്പോൾ ലോകപ്രസിദ്ധമായ കപ്പലിൻ്റെ നിർമ്മാണം, അത് മുഖേന നൂഹ് നബിയെയും സത്യവിശ്വാസികൾ അള്ളാഹു ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, അവിടെ അവിശ്വാസികളെ മുക്കി നശിപ്പിക്കപ്പെട്ടതുമെല്ലാം, ഇവയിലെല്ലാം ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തവും പാഠവും ഉണ്ട് എന്ന് വ്യക്തമാണ്, അല്ലേ? ആ കപ്പലിൻ്റെ അവശിഷ്ടം ഇന്നും ശേഷിക്കുന്നുണ്ടെന്ന നിഗമനത്തിൽ പല ചരിത്ര നിരീക്ഷക സംഘങ്ങളും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതും ചില പുരാവസ്തു ഗവേഷകന്മാർ അല്പവർഷങ്ങൾക്ക് മുമ്പ് അറാറാത്ത്, അല്ലേ, അറാറാത്ത് പർവ്വതത്തിൻ്റെ ചുവറ്റിൽ ഒറ്റ 10, 100, 1000, 14,000 അടി ഉയരത്തിൽ വെച്ച് ആ കപ്പലിൻ്റെ അവശിഷ്ടങ്ങളാണെന്ന് സംശയിക്കപ്പെടുന്ന വളരെ പഴക്കം ചെന്ന മരത്തടികൾ കണ്ടെത്തിയതും
നൂഹ് നബിയുടെ രാജ്യമായ ബാബിലോണിയയിലുണ്ടായ ജലപ്രളയത്തിൻ്റെ അടയാളങ്ങൾ അടുത്ത കാലത്ത് ചില ചരിത്ര നിരീക്ഷകന്മാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും ഇവിടെ പ്രസ്താവ്യമാകുന്നു. ഈ സമുദായത്തിൻ്റെ ആദ്യകാലത്തുള്ളവർക്കും ആ കപ്പലിൻ്റെ അവശിഷ്ടം കാണുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഖത്താദ റഹിമഹുല്ലാ പ്രസ്താവിക്കപ്പെട്ടത് ഇവിടെ സ്മരണീയമാണ്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. വലഖദ് യസ്സർനൽ ഖുർആന, ഖുർആനിനെ നാം എളുപ്പമാക്കി. ദിക്റിന് വേണ്ടി, ഓർമ്മിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി ഖുർആനിനെ നാം സൗകര്യപ്പെടുത്തിയിരിക്കുന്നു. ഫഹൽമി മുദ്ദക്കിർ, എന്നിട്ടും ഓർമ്മിച്ച് മനസ്സിലാക്കുന്നവരായി വല്ലവരും ഉണ്ടോ? അല്ല, വലഖദ് യസ്സർനൽ ഖുർആൻ, തീർച്ചയായും നാം എളുപ്പമാക്കി ഖുർആനിനെ ലിദിക്രി, സ്മരിക്കുവാൻ, ഓർമ്മിപ്പിക്കുന്നതിന്, അത് ചിന്തിക്കുവാൻ, ഉപദേശത്തിനൊക്കെ വേണ്ടി ഖുർആൻ നാം എളുപ്പമാക്കിയിരിക്കുന്നു. ഫാൽമി മുദ്ദക്കിർ, ആലോചിക്കുന്ന, ഉപദേശിക്കുന്ന, ഉപദേശം ഫലിക്കുന്നവരും വല്ലവരും ഉണ്ടോ? അപ്പോൾ ഒരു പ്രത്യേക താല്പര്യമോ ആശയമോ മുൻനിർത്തിക്കൊണ്ടല്ലാതെ സത്യാന്വേഷണ ബുദ്ധിയോടും ഉറ്റാലോചനയോടും കൂടി ഖുർആനെ സമീപിക്കുന്നവർക്ക് അത് ഗ്രഹിക്കുവാനും ഓർമ്മിക്കുവാനും വേണ്ടത്ര ഉപദേശങ്ങൾ, പാഠങ്ങൾ തുടങ്ങിയ എല്ലാ ഉപാധികളോടും കൂടിയാണ് അള്ളാഹു അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിന് തയ്യാറായവർ ആരുണ്ട്? ഉള്ളവർ അതിനെ ആ നിലക്ക് സമീപിക്കട്ടെ. നിശ്ചയമായും അവർക്കത് തികച്ചും ഫലപ്പെടാതിരിക്കുകയില്ല. കെട്ടിക്കുടുക്കുകളോ ബുദ്ധിക്ക് ദഹിക്കാത്തതോ ഗ്രഹിക്കുവാൻ പറ്റാത്തതോ ഒന്നും തന്നെ അതിലില്ല എന്ന് സാരം. പരസഹായം കൂടാതെ ഖുർആൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കുവാൻ കഴിയുന്നവരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, പരസഹായത്തോടെ ഖുർആനെപ്പറ്റി ചിന്തിക്കുവാൻ തയ്യാറാകുന്നവർക്ക് ഈ പരമാർത്ഥം അനുഭവത്തിൽ കാണാവുന്നതാണ്. ഇൻഷാ അല്ലാഹ്. ചിലർ ധരിക്കുന്നത് പോലെ അതിന് പറയുന്നത്, ചിലർ ധരിക്കാറുള്ളത് പോലെ അല്പസ്വല്പം അറബി ഭാഷ പരിചയം സിദ്ധിക്കുമ്പോഴേക്കും ഖുർആൻ്റെ അർത്ഥവും ആശയവും വേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ സാധിക്കുമെന്ന് ഇതിനർത്ഥമില്ല. വാസ്തവം പറയുകയാണെങ്കിൽ ഇസ്ലാമിൻ്റെ ഗുണകാംക്ഷികളായി വേഷം കെട്ടിക്കൊണ്ട് ഖുർആനെ വിമർശിക്കുവാനും അതിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുവാനും മെനക്കെടാറുള്ള ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ദുർവ്യാഖ്യാനങ്ങൾ നിമിത്തം മുസ്ലിം സമുദായത്തിലുണ്ടായിത്തീർന്നിട്ടുള്ള ആപത്തുകൾ ഒട്ടും കുറവല്ലാത്ത ആപത്തുകൾ ഈ അരമുറിയരായ അറബികൾ ഖുർആൻ കൈകാര്യം നടത്തുന്നത് കൊണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. യഥാവിധി ഖുർആൻ മനസ്സിലാക്കുവാൻ ആവശ്യമായ സാങ്കേതിക വിജ്ഞാനങ്ങൾ പലതുമുണ്ട്. അവയെല്ലാം കരസ്ഥമായിരുന്നാൽ തന്നെയും തുറന്ന ഹൃദയവും സത്യദീക്ഷയുമില്ലാത്ത പക്ഷം ഖുർആൻ്റെ മഹത്വം കണ്ടെത്തുവാനോ അതിലെ വിജ്ഞാന മാധുര്യം ആസ്വദിക്കുവാനോ കഴിയുന്നതല്ല. ഖുർആൻ ഉപദേശങ്ങൾ, ഉപമകൾ, ദൃഷ്ടാന്തങ്ങൾ ആദിയായവയെപ്പറ്റി ശരിക്കും ആലോചിച്ചു ചിന്തിക്കുന്ന സത്യാന്വേഷികൾക്ക് അതിൻ്റെ സന്ദേശങ്ങളും തത്വങ്ങളും ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും പ്രയാസമില്ല എന്ന വസ്തുത നൂഹ് നബി അലൈഹിസ്സലാം നൂഹ് നബിയുടെ സമുദായത്തെപ്പറ്റി പ്രസ്താവിച്ചതിനെ തുടർന്നാണ് അള്ളാഹു ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. ഇനി ആദ് ഗോത്രത്തെക്കുറിച്ച് പറയുന്നു. ഇനി അടുത്തത് അതാ പറയാൻ ആദ് ഗോത്രത്തെക്കുറിച്ചും സമൂദ് ഗോത്രത്തെക്കുറിച്ചും ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതയെക്കുറിച്ചും സംസാരിച്ച ശേഷം വീണ്ടും വീണ്ടും ഈ പ്രസ്താവന ആവർത്തിച്ച് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള ഗുണപാഠങ്ങളെ മനസ്സിരുത്തുന്നത് ഖുർആൻ്റെ സന്ദേശങ്ങളും ഉപദേശങ്ങളും മനസ്സിലാക്കുവാൻ ഉപകരിക്കുന്നതാണെന്ന് ഇതിൽ നിന്ന് ഗ്രഹിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് അടുത്തത് കദബത്ത് 18-ാമത്തെ ആയത്ത് നമുക്ക് അടുത്ത വീഡിയോയിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.